കുറേശ്ശെ വേദത്തിന്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെ നമ്മുടെ ഒരു വഴി. കാരണം നമുക്ക് തികച്ചും ഇത് അപരിചിതമാണ്. നമുക്ക് പരിചയമുള്ള ഏതാണ്? ഈ ലൗകിക കാര്യങ്ങളാണ്. അത് നമ്മളെ അച്ഛനും അപ്പൂപ്പന്മാര് പറഞ്ഞും നമ്മളെ എല്ലാവരും ആചരിച്ച് എല്ലാവർക്കും സുപരിചിതമാണ് എല്ലാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ന്യൂ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, നിരന്തരം അതുമായിട്ട് ബന്ധപ്പെടുക. ഏതുമായിട്ട് മനസ്സ് നിരന്തരം ബന്ധപ്പെടുന്നുവോ അത് സംബന്ധിച്ച് മനസ്സിന് അത് സംബന്ധിച്ച് അതിനൊരു ടച്ച് ഉണ്ടാവും, അതുമായിട്ടൊരു ബന്ധമുണ്ടാവും. അവർ പറയുന്ന ഇങ്ങനെ നിരന്തരമായിട്ട് ഇതിനെ ഇങ്ങനെ ചിന്തിച്ചും, അതായത് ശ്രവണം, മനനം, നിധിധ്യാസം ഇങ്ങനെ നിരന്തരമായി കഴിഞ്ഞു വന്നാൽ അവർ പറയുന്നു, ഇതൊന്നും വെളിയിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ സ്വാത്മഗുരു പ്രത്യക്ഷമായി ഉപദേശിക്കാൻ ആരംഭിക്കും. ഏതുവരെ ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഗുരു ഇതിനെ സംസാരിച്ച് തുടങ്ങുന്നത് വരെ ചെയ്യണം. ഇപ്പൊ ചോദിക്കുക, അതായത് ഉള്ളിലിരിക്കുന്ന ഗുരു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കണേ. സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ ഒരു കാര്യമാണ് പറയുന്നത്. ചിന്മയാനസ്വാമി ഒരിക്കൽ പറയുകയുണ്ടായി, ഈ മഹാവാക്യങ്ങളെല്ലാം വെളിയിൽ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു കേട്ടതാണ്, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിടാമെന്ന് എന്നോട് പറഞ്ഞു. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതൊക്കെ അവരുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യമാണ്. പക്ഷെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു വലിയ ഒരു ആവരണം കൊണ്ട് മറഞ്ഞിരിക്കും. നമ്മൾ പറയില്ലേ, അത് നമുക്ക് എന്തുകൊണ്ട് ലക്ഷിതമായില്ല എന്നാണ് ചോദ്യമെങ്കിൽ അത് വലിയൊരു ആവരണത്തെ മറിഞ്ഞിരിക്കുന്നത് പോലെ. ഈ ആവരണത്തെ മാറ്റാനുള്ള ശക്തി ഈ ഗുരുവേദാന്ത ശാസ്ത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ യുക്തിയോ നമ്മുടെ എന്തെങ്കിലും കഴിവുകളോ ഇതിന് ഒരു പ്രയോജനവും ഉള്ളതല്ല. ഇത് അത്രയും വേദത്തിൽ ഇരിക്കുന്നു. വേദമാണ്, വേദചക്ഷുവിലൂടെ ഇതിനെ നോക്കാനാണ് പറയുന്നത്. ആരാണ് വേദചക്ഷുവിലൂടെ ഇതിനെ നോക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഇത് ലക്ഷിതമാകും. ലക്ഷിതമാകുന്ന വെച്ചാൽ എന്താണ്? തന്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ സാധിക്കും. ഇതാണല്ലേ എന്നുള്ള കണ്ടവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. ഇവരെല്ലാം ജ്ഞാനികളുടെ പട്ടികയിൽ വരുന്നവരാണ്, വലിയ വലിയ മഹത്തുക്കളല്ല. നമുക്ക് ജ്ഞാനം ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമുക്കുണ്ട് ജ്ഞാനം, പരോക്ഷമാണ്. പരോക്ഷം എന്ന് വെച്ചാൽ എന്താണ്? വേദത്തിനെ വഴിപ്പെട്ട് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് അറിയാം. ഏതാണ്ട് അതിലൊക്കെ ചെറിയ ചെറിയ പൊട്ടുപൊട്ട അനുഭവങ്ങൾ ഉള്ളവരും തന്നെ, ഇല്ലാത്തല്ല. പക്ഷെ ഇത് പരിപൂർണമായും വേദരൂപമായിട്ട് മാറുന്നുണ്ട്. വേദത്തിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയിക്കുക എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചാൽ കർമ്മകാന്ഡം ശ്രുതികൾ ആദ്യം പുറപ്പെടുവിപ്പിച്ചു, പിന്നെ ഉപാസനാകാന്ഡത്തെ കൊണ്ടുവന്നു, പിന്നീട് ജ്ഞാനകാന്ഡത്തെ ജ്ഞാനം ഉപദേശിക്കുകയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് തന്നെക്കുറിച്ചുള്ള, തന്നെപ്പറ്റി പറയുന്നതിനാണ് ജ്ഞാനശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിനു മുമ്പുള്ള ശാസ്ത്രങ്ങൾ തന്നെപ്പറ്റി അല്ലേ പറഞ്ഞെന്ന് ചോദിച്ചാൽ പരോക്ഷമായിട്ട്. കാരണം അത് ഇപ്പൊ രാമനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപമാണ്, ഈ പരമാത്മാവ് ഏകമാണ്, അത് ഭിന്നങ്ങളല്ല. ആ പരമാത്മ സ്വരൂപം, ആ കൃഷ്ണൻ, അത് തന്നെയാണ് നമ്മുടെ സ്വരൂപം. നമ്മളെല്ലാം പരമാത്മ സ്വരൂപികളാണ്. അതിപ്പം ചേച്ചിയുടെ പരമാത്മ സ്വരൂപം എന്ന് പറഞ്ഞൊരു വേർതിരിവില്ല, ഇത് ഒന്നാണ്. ഇതിനെ വ്യക്തമായി വേദചക്ഷുവിലൂടെ കണ്ടവരെയാണ് പറയുന്നത് ജ്ഞാനികൾ. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള കൈപ്പൻ മരുന്ന് എന്താണ് ചേച്ചി?
ഇപ്പൊ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയാമായിരുന്നു. പക്ഷെ നമ്മൾ ബലാത്കാരമായിട്ട് പിടിച്ചിരുത്തി, അല്ലേ? ഇതും കേൾപ്പിക്കുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ ഇത് നമുക്കൊരു വിരസതയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പറയുന്നു, നമ്മൾ ഈ വന്നില്ലേ, ജനിച്ചിങ്ങനെ വന്നില്ലേ, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ പിന്നെ ഇതിനു വേണ്ടി, അതായത് ഇതൊരു വലിയൊരു വിപത്തിൽ വന്നിരിക്കുകയാണ്. ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല ആരും. അപ്പൊ പറയും, ഞാൻ ഒരുപാട് ഗുരുസേവ ചെയ്തു. കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആത്മവിചാരം. ഈ ആത്മവിചാരം എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഗുരു വേദാന്ത ശാസ്ത്രങ്ങളെ മുൻനിർത്തി അത് നല്ലതുപോലെ അറിഞ്ഞ ഒരാൾക്ക് ഈ ആത്മവിചാരം ചെയ്യാൻ പറ്റണം. ശരിക്കും ആത്മവിചാരം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് വേദം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ശ്രുത്യാനുസാരമായിട്ട് ഇതിനാണ് പറയുന്നത്. നമ്മൾ ആ ശ്രുതിയുടെ ഇതിൽ തന്നെ നിന്നുകൊണ്ട് ഇതിനെ അറിയണം. അതിനുവേണ്ടി എന്ത് വേണം ചോദിച്ചാൽ ശ്രുതി നന്നായിട്ട് അറിയണം. ശ്രുതി നല്ലതുപോലെ ശ്രുതി ജ്ഞാനം വന്നവർക്കാണ് ഇത് ഗ്രഹിക്കാൻ പറ്റുക. ഒരിക്കൽ മാധവന്റെ ഗുരുദേവൻ ഉള്ള കാലത്ത് ചിന്മയാനന്ദ സ്വാമികള് വളരെ കുട്ടിക്കാലത്തെ തന്നെ ചില ദിവ്യ അനുഭവങ്ങളുള്ള ആളാണ്. പറഞ്ഞു കേട്ടിട്ടില്ലേ, മഹാദേവൻ പ്രത്യക്ഷമാണ്. സ്വാമി പറയും മഹാദേവൻ പ്രത്യക്ഷമാണ്. അതായത് സ്വാമിക്ക് ഏതെല്ലാം വൈതരണികൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം മഹാദേവൻ പ്രത്യക്ഷമാണ്. സ്വാമി പറയുന്നത് ഇതാണ്, ലണ്ടൻ എക്സാം ഒക്കെ എഴുതാൻ നേരത്ത് കേരളത്തിൽ നിന്ന് പോയ ആളുകളിൽ അപൂർവമായ ആളുകളിൽ ഒരാളാണ് ചിന്മയാനന്ദ സ്വാമി. അന്ന് ലണ്ടൻ എക്സാമിനേഷൻ വളരെ ടഫാണ്. അതിന് പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളൊന്നും അന്നില്ല. അതുപോലെ തന്നെ ട്യൂട്ടോറിയലും ഇല്ല. സെൽഫ് സ്റ്റഡിയാണ്, സെൽഫ് സ്റ്റഡി. അങ്ങനെ സെൽഫ് സ്റ്റഡി ചെയ്ത് ഇവിടെ നിന്ന് ഇദ്ദേഹം പോവുകയാണ്. സ്വാമി പറയുന്നത് ഇതാണ്, ഓരോരുത്തർ വന്നിരിക്കുന്നത് ബുക്ക് നോക്കി എഴുതാം. ഈ എക്സാം ഒന്നും നമുക്ക് വേറെ ഒരു നിശ്ചിതതയില്ല. അപ്പം അവിടെ വന്നതിന്റെ ടൈം കോട്ടും ഒക്കെ ഇട്ട് വലിയ വലിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്ത് ആ ഒരു ഡെസ്കിൽ ഇരുന്ന ഉടനെ തന്നെ ഇവരെ വേലക്കാര് അവരുടെ പുസ്തകങ്ങൾ കൊണ്ട് ഇതിന്റെ ഇരിക്കുന്ന ഭാഗത്ത് രണ്ടടുത്തായിട്ട് നിരത്തും. അപ്പൊ അതൊക്കെ നോക്കി എഴുതാം. ഇപ്പൊ സ്വാമിക്ക് അതിശയം വന്ന ഇതാണ്, ഇവരെല്ലാം എത്ര വലിയ ആൾക്കാർ. കാരണം അദ്ദേഹത്തിന്റെ ആ ചിന്താഗതിയാണ് ആ സമയത്ത്, ഇതെങ്ങനെ ശരിയാവും, ഇവരൊക്കെ എന്തോ വലിയ പഠിത്തമുള്ള വലിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ എന്തിരിക്കുന്നു. അപ്പൊ സ്വാമി ഒരു ഒറ്റമുണ്ട് കൊടുത്ത് എന്നിരിക്കുകയാണ്. അവിടെ ടൈയും കോട്ടും ഒക്കെ ഇട്ട് വലിയ വലിയ ആൾക്കാരാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. കാറിലൊക്കെ വന്ന് ഇറങ്ങി ആ പോയി ഇറങ്ങിയ കാര്യം തന്നെ ചേച്ചി പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ത് വിഷമിച്ചാണ്. അവസാനം ഈ വൈതരണികളിലെല്ലാം മഹാദേവൻ പ്രത്യക്ഷമായിരുന്നു. നമുക്ക് ഈ മഹാദേവൻ ക്ഷേത്രമായിട്ട് നമുക്കുള്ള ബന്ധം ചില്ലറയല്ല. സ്വാമിയെ സംബന്ധിച്ച് സ്വാമിയുടെ ഉപാസനാ മൂർത്തിയാണ് ഈ മഹാദേവ സ്വാമി. ഇവിടുത്തെ കഴക്കൂട്ടം മഹാദേവൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടൊക്കെ. ഏതെങ്കിലും ഒരു വിഷമഘട്ടം വന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടതുവശത്ത് ഒരു കുട്ടി ബാലനാണ്, ചെറിയൊരാളാണ് എന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വംഭര നീ പേടിക്കണ്ട, ഇങ്ങനെയാണ് പറയണ പോലും. പേര് വിളിച്ച് തന്നെ പറയും, വിശ്വംഭര നീ പേടിക്കണ്ട. അപ്പൊ സ്വാമിക്ക് വലിയ വിഷമമുള്ള വലിയ ടഫസ്റ്റ് മാത്തമാറ്റിക്സ് ഒക്കെ ഇല്ലേ, സ്വാമിക്ക് നിസ്സാരമായിട്ടാണ്. കാരണം ഇവിടെ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വലിയ വലിയ എക്സാമൊക്കെ അങ്ങനെയാണ് പാസ്സായതെന്നാണ് പറയുന്നത്. കാര്യം ആ ഉപാസനാമൂർത്തി എവിടെയും സഹായമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല, സ്വാമിയുടെ ഗുണങ്ങളും വാർത്തയല്ല, ഇങ്ങനെയുള്ള ഒരാളായിരുന്നു നമ്മുടെ സ്വാമി. അപ്പൊ അദ്ദേഹത്തില് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. ആർക്ക്? ഇവിടെ ചിന്മയാനന്ദ സ്വാമി. അപ്പോഴാണ് മാധവാനന്ദ സ്വാമി ഇവിടെ രംഗപ്രവേശനം ചെയ്യണം. അപ്പൊ മാധവാനന്ദ സ്വാമി പറഞ്ഞു, എഞ്ചിനീയറെ ഈ ശ്രുതിജ്ഞാനം ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ മൂപ്പർക്ക് അന്ന് ഈ മാധവാനന്ദ സ്വാമിയുടെ അപ്പുറത്തുള്ള ഒരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതാണ് ചിൽപ്രകാശാനന്ദ സ്വാമി.
അപ്പൊ ഇത് ചെന്ന് തിരുപ്രാശൻ സ്വാമിയോട് പറഞ്ഞു, ഇതുപോലെ ശ്രുതിജ്ഞാനം പഠിപ്പിക്കണമെന്നൊക്കെ പറയുകയാണ് സ്വാമി, ഞാൻ എന്ത് ചെയ്യട്ടെ? അത് എഞ്ചിനീയർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ആര് പറയുന്നു? തിരുപ്രാശൻ സ്വാമി പറഞ്ഞു. എങ്കിലും കേൾക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു കേൾക്കണ്ട. അങ്ങനെ സ്വാമി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ആരെ കിട്ടിയില്ല, സ്റ്റുഡന്റിനെ കിട്ടിയില്ല, ശിഷ്യനെ കിട്ടിയില്ല. രണ്ടാമത് സ്വാമി വന്നു. ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു. അപ്പൊ മാധവന്റെ സ്വാമി പറഞ്ഞു, എഞ്ചിനീയറെ, നിങ്ങളിനി എത്ര വലിയ ആളായാലും, നിങ്ങൾ ഈശ്വരന്റെ മുമ്പേ പ്രത്യക്ഷപ്പെട്ട് കണ്ടാലും, എന്ത് അങ്ങനെ ആയാലും, ശ്രുതിജ്ഞാനം അറിയാത്തിടത്തോളം കാലം നിങ്ങൾ ആത്മവിദ്യയിൽ ഒരു ബാലനാണ്, ഒരു ശിശുവാണെന്ന് പറഞ്ഞു. അതും അദ്ദേഹത്തിന് അപ്പൊ മനസ്സിലായില്ല. സ്വാമി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പോയി അവിടെ പോയി പറഞ്ഞു. എവിടെ? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട അവിടുന്ന് തത്വമസിയൊക്കെ ഉപദേശം വാങ്ങിച്ചിരിക്കുകയാണ്. ആര്? ചിൽപ്രാശൻ സ്വാമിയുടെ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ശ്രുതിജ്ഞാനം അറിഞ്ഞില്ലെങ്കിൽ, എഞ്ചിനീയറെ, നിങ്ങൾ എത്ര വലിയ ഈശ്വരൻ നിങ്ങളെ മുമ്പേ വന്ന് ഇരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അധ്യാത്മത്തിൽ ഒരു ശിശുവായിട്ട്, ബാലനായിട്ട് നിൽക്കുന്നു. പിന്നീടാണ് സ്വാമി വിചാരിച്ചത്, എന്നാ പിന്നെ ഇതൊന്ന് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് നിഷ്ഠയോടുകൂടി എവിടെയാണ് കുലശേഖരത്താണ് പഠിച്ചത്. കുലശേഖരത്ത് വന്ന് നിന്നു. നമ്മുടെ ഈ മുരളിയാണ് അരിവെപ്പാറ്, നമ്മളെ കുട്ടി മുരളി. അവൻ അന്നു മുതൽ 8 വയസ്സിലെ തുടങ്ങിയ പയ്യനാണിത്. അതുകൊണ്ടാണ് അവനൊരു വലിയൊരു മഹാത്മ്യത്തിലുള്ളത്. ഇവർക്ക് ശ്രുതിജ്ഞാനം പഠിക്കാനായിട്ട് സേവ ചെയ്തു. മനസ്സിലായില്ലേ? വലിയ റെക്കോർഡാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ആഹാരം കൊടുക്കുന്ന പുണ്യം തന്നെ. പക്ഷേ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ ജീവനെ ഉദ്ധരിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു. ജീവനെ ഉദ്ധരിക്കാൻ, ജീവിയെ ഉദ്ധരിക്കാനുള്ള കാര്യങ്ങളാണ് ഭക്ഷണം കൊടുക്കും മറ്റൊരു. എനിക്കൊന്ന് വിശന്നു, അപ്പോൾ ഉടനെ ഉഷ കുറച്ച് ആഹാരം തന്നു. അത് വലിയ പുണ്യമാണ്, ഇല്ലെന്നല്ല പറയണത്, ഒന്നിനെ നിഷേധിക്കുന്നില്ല വേദം. പക്ഷേ പരമമായ പുണ്യം എന്ന് പറയുന്നത് ജീവനെ ഉദ്ധരിക്കാൻ എന്ത് ചെയ്തു? ജീവന്റെ ഉദ്ധാരണത്തിന് എന്ത് ചെയ്തു? അതിനാണ് ആത്മജ്ഞാനം. അത് ആത്മജ്ഞാനം കൊണ്ട് ജീവന്റെ ഉദ്ധാരണം സാധ്യമാവും. ജീവൻ എപ്പോഴും എങ്ങനെയാണ് നിൽക്കുന്നത്? അധോഗതിയിൽ നിൽക്കുകയാണ്, തലകീഴായി നിൽക്കുകയാണ്. ഇപ്പൊ അവ കാണുന്നത് എല്ലാം നേരെ തിരിച്ചാണ്. തലകീഴായി നിന്നുകൊണ്ട് നോക്കുമ്പോൾ എല്ലാം തലതിരിഞ്ഞ് കാണാനെല്ലാം. ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഹൃദയമല്ല പറഞ്ഞത്, അവൻ നിൽക്കണതേ തലതിരിഞ്ഞാണ്. അതുകൊണ്ടാണ് അവന്റെ ദൃഷ്ടിക്ക് എല്ലാം വിപരീതമാണ്, എല്ലാം വിപരീതമായിട്ട് നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇത് സർവത്ര ഈശ്വരമയമാണ്. പക്ഷെ അവന് തോന്നുന്നതോ അങ്ങനെ തോന്നാതെ വേറെ രൂപത്തിൽ തോന്നി അവൻ അതിൽ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് കഴിയുക. ഇതിനെ തിരിച്ചാക്കണം. എന്ത് വേണം? ജ്ഞാനം ഉണ്ടാവണം. വീണ്ടും ജ്ഞാനം ഇതിലുണ്ടാവണം. അതിനെന്ത് വേണം? ജീവനെ ഉദ്ധരിച്ചേ പറ്റുള്ളൂ. ജീവനെ ഉദ്ധരിക്കാനുള്ള മാർഗമാണ് ശ്രുതി. ശ്രുതി ഉപദേശിക്കുന്നത് ജീവനെ ഉദ്ധരിക്കാനാണ്. മനസ്സിലായി? വിരസമാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, കടുത്ത ദുഃഖാവഹമാണ് സത്സംഗത്താൽ തൽപദം പ്രാപിച്ചിടം ആചാര്യ കാരുണ്യം. ദുഃഖാവഹം എന്ന് പറയാൻ കാരണം എന്താണ്? രാമായണത്തിലെ വാക്കാണ്. കടുത്ത ദുഃഖാവഹമാണ് സത്സംഗത്താൽ തൽപദം പ്രാപിച്ചിടം ആചാര്യ കാരുണ്യം. കാരണം നമ്മളെ സംബന്ധിച്ച് ജീവൻ ഏറ്റവും ഇഷ്ടം അവന്റെ വാസനാഗതമായ കാര്യങ്ങളിൽ ഇടപെട്ട് നിന്ന് സന്തോഷിക്കുന്നതാണ്. അതിൽ ഏറ്റവും കുഴപ്പമായതാണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറ്റി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിലൊരു രസം കണ്ടെത്തോ. അത് ഏറ്റവും വേസ്റ്റ് ഒരു സംഗതിയാണ് കേട്ടോ, ഓർമ്മിച്ചോളൂ. ലോകത്തിൽ ഏറ്റവും നിഷിദ്ധമായ കാര്യം എന്ന് പറയുന്നത് പരദൂഷണം. അത് വേദത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു വാസനയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഒരു ഗതിയും പിടിക്കില്ല കേട്ടോ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ തന്നെ നമ്മുടെ അടിവാരം തോണ്ടയാണെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നു. ഏറ്റവും കാരണം അങ്ങനെ ഒരു നിന്ദിക്കാൻ തോന്നുന്നത് തന്നെ ആരെയാണെന്നറിയാം? സത്തുക്കളെയാണ്. സജ്ജനം നിന്ദ ചെയ്തേ ദുർജനം സന്തോഷിക്കൂ. സജ്ജനങ്ങളെ നിന്ദിച്ചാണ് ദുർജനങ്ങൾ സന്തോഷിക്കുന്നത്. ഇതൊരു ലോകത്തിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇതിനെയൊക്കെ മാറ്റണം. സജ്ജനങ്ങളെയൊക്കെ എപ്പോഴും സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവരെല്ലാം എല്ലാവരെയും കാണുക, സജ്ജനങ്ങളായിട്ട് തന്നെ കാണുക. ആരിലും ദുർജനമായിട്ട് കാണരുത്.
അത് നമ്മുടെ ഭാവനയ്ക്കാണ് അവർ തുല്യനും. അവര് സത്തുക്കളാണ്, എല്ലാവരും എല്ലാം സത്തുക്കളാണ്. പറഞ്ഞില്ലേ, സർവത്ര ഈശ്വരമയം, സർവത്ര ബ്രഹ്മമയം. ഇങ്ങനെ ഇരിക്കുന്നതില് നമ്മളുടെ കുറ്റം കൊണ്ടാണ്, നമ്മൾ തല തിരിഞ്ഞ് നിൽക്കണോണ്ടാണ് നമുക്ക് വിപരീതമായി തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇറ്റ്സ് അവർ ഫാൾട്ട്. ഇത് നമ്മുടെ കുറ്റമാണ്. ഒരാളിൽ തോന്നിയ കുറ്റം നമ്മുടെ കുറ്റമാണ്, അവരെ കുറ്റമല്ല. ഇത് തിരിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ 50% കാര്യം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു, വേറൊരു രൂപത്തിൽ അവർ പറഞ്ഞു, എല്ലാവരോടും വിനയം, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഏതെങ്കിലും രൂപത്തിൽ മനസ്സിന് ഭേദമല്ലാത്ത രീതിയിൽ എല്ലാവരെയും ഇത് പുണ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും വേണ്ട സേവകൾ ചെയ്യുള്ളൂ. അല്ലേ? പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പരപീഡനമായിട്ടിരിക്കുന്ന ഏതാണ്? പാപമായിട്ടിരിക്കുന്ന ഏതാണ്? പരപീഡനം. പരപീഡനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വേറൊരാളെ നിന്ദിച്ചതല്ല. പക്ഷേ നമ്മൾ വേറൊരാളെ നിന്ദിക്കുന്ന വഴി നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി ഈ പറയുന്ന രൂപത്തിൽ അധോഗതിയിലേക്ക് പോണതാണ്. ഇതിനെയാണ് പറയണപ്പോ പരപീഡനം. യഥാർത്ഥ പീഡനം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ പീഡിപ്പിക്കുകയാണ്. ഇതാണ് സത്യം, അല്ലേ? എന്നാലോചിച്ച് നോക്കി. ഒരാളിനെ പറ്റി, ദൂരെ ഇരിക്കുന്ന ഒരാളെ പറ്റി ഞാൻ കുറെ പറയണമെന്നിരിക്കട്ടെ, അയാൾ കേൾക്കുന്ന പോലും ഇല്ല, പിന്നെ അല്ലേ ജി? പക്ഷേ നമുക്കെന്തോ അതിലൊരു സന്തോഷം ഉണ്ടാവുമെന്ന് വെച്ചാൽ ആരെയാണ് പീഡിപ്പിച്ചത്? സ്വയമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. അതാണ് കർമ്മം വിടാതെ കർമ്മമാണിത്. ആ കർമ്മം വേറൊരാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ആളിനെ പറ്റിയാണെങ്കിൽ പോലും ആ ആളിന് ഒന്നുമില്ല. പക്ഷെ മറിച്ച് ആ ചെയ്തവന് അതിന്റെ ഫലം വരും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ചില സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. നമ്മൾ ആരെയും നിന്ദിക്കാൻ പാടില്ല, ആരോടും ഒരു പരിഭവത്തിൽ കഴിയാൻ പാടില്ല. എല്ലാവരെയും സ്നേഹത്തോടും കൂടി കഴിഞ്ഞ് എല്ലാവരോടും ഒരു മൈത്രി പുലർത്താനാണ് വേദം പറയുന്നത്. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മനസ്സ് ശാന്തമായി, അതുപോലെ ഈ പറയുന്ന കണക്ക് ചലനമില്ലാതെ മാറിയാൽ മാത്രമേ ആ യഥാർത്ഥ സ്വരൂപമായിരിക്കുന്ന ആ സച്ചിദാനന്ദ ആത്മാവിനെ ദർശിക്കാൻ പറ്റുള്ളൂ. ഏതുവരെ തന്നെ ഉള്ളതുപോലെ അറിയുന്നില്ലയോ അതുവരയ്ക്കും ഈ ജനന മരണ സംസാര ദുഃഖ പ്രവാഹം ഇതിൽ ഉണ്ടായിക്കൊണ്ടേ. ജനിക്കാൻ മരിക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ലെന്നാണ്. അത് നമുക്ക് അജ്ഞാന പ്രകരണം വായിച്ചപ്പോൾ സ്വാമി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അമ്മയുടെ വയറില് ഒരു ഇതായിട്ട് ചെല്ലുന്നത് തൊട്ട് അതനുഭവിക്കുന്ന യാതനകള് എത്രയാണെന്ന് പറഞ്ഞു തന്നു. നമുക്ക് അജ്ഞാന പ്രകടനം വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു തന്നില്ലേ? ഓരോ സമയത്തും അതിന്റെ വിഷമങ്ങളെ ഇത് പറഞ്ഞു തന്നു. എന്തിനാണ് പറഞ്ഞു തന്നതെന്ന് അറിയാമോ? ഇനി ജനിക്കരുതെന്ന് പറഞ്ഞു. ഇനി ജനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറയാൻ. ചേച്ചി പറയാം, ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കണം. അതാണ് കാര്യം. മരിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റൂ? ജ്ഞാനമടഞ്ഞാൽ അമരനാകാം. ജ്ഞാനമടഞ്ഞാൽ അമരത്വം വരും. അതോടുകൂടി മരിച്ചില്ലെങ്കിൽ പിന്നെ ജനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് സർപ്പധ്വംസനം കൊണ്ട് 7 ദിവസത്തിനകം മരിച്ചു പോകുന്നുള്ള ഒരു ശാപമാണല്ലോ കിട്ടിയത്, അല്ലേ? അപ്പൊ അതിനെ അദ്ദേഹം വളരെ വിഷമിച്ചു. ഈ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ വിഷമം ചില്ലറയല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രാജാവാണ്, യൗവനയുക്തനായ ഒരു രാജാവാണ്. എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിതം നയിക്കാം, അല്ലെ? യൗവനയുക്തൻ എന്ന് പറയുന്നതിൽ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ജീവിതം ആസ്വദിച്ച് തീർന്നിട്ടില്ല. ജീവിതം ഇനി എന്തിരിക്കുന്നു. അപ്പോഴാണ് 7 ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്നുള്ളൊരു ശാപം വന്നിരിക്കുന്നത്. ആരൊക്കെങ്കിലും സഹിക്കാൻ പറ്റൂ? അങ്ങനെ അദ്ദേഹം ആലോചിച്ച് ഇതെങ്ങനെ ഇതിനെ മറികടക്കാം. അങ്ങനെ പല ഉപായങ്ങൾ ആലോചിച്ചതിൽ ജനമേജയനുമായിട്ടൊക്കെ ചേർന്ന് സർപ്പങ്ങളെല്ലാം വകവരുത്തി, കുറെ സർപ്പങ്ങളെ വകവരുത്തി. മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജധാനി, അദ്ദേഹം ഉറങ്ങുന്നിടത്തും അദ്ദേഹത്തിന്റെ സ്ഥലത്തുമായിട്ട് ഒരുപാട് ഈ ആൾക്കാര്
വിന്യസിച്ചു. എന്തിനാണ്? ഈ കയറി വന്ന് ഈ പാമ്പൊന്നും കയറി വരാതെ സൂക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാവൽക്കാരെയൊക്കെ ഏർപ്പെടും. ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒരു സമാധാനവുമില്ല. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏതോ ഒരു രൂപത്തില് നാരദ മഹർഷിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇതിന് ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. എന്തിനാണ്? ജ്ഞാനം കേൾക്കണം. അതിനിപ്പോ അന്ന് പറഞ്ഞത് ജ്ഞാനത്തിനെയാണ് ഭാഗവതം കേൾക്കണം എന്നുള്ള രൂപത്തിലാക്കിയത്. അപ്പൊ ജ്ഞാനം ഉണ്ടായാൽ മതി. കാരണം നമുക്കറിയാം, ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അമരനാകാം. അമരനായി കഴിഞ്ഞാൽ മരിക്കില്ല. മരിക്കാതിരുന്നാൽ ജനിക്കുകയില്ല. ഇതാണ് കണ്ടീഷൻ. അങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഭാഗവത സത്രം കേൾക്കാനിടയായി. അതിന് അദ്ദേഹത്തിന് ഉപദേശിക്കാൻ വന്ന ആളാരെ ചേച്ചി? ശുഗബ്രഹ്മർഷി തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. 7 ദിവസം കൊണ്ട് പറയാണ്. 6 ദിവസം കൊണ്ടും ഇതിന്റെ ഉപദേശം തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു, കേട്ടുകൊണ്ടിരുന്നു. പരീക്ഷിത് മഹാരാജാവ് 7-ാം ദിവസമായപ്പോഴത്തേനും പരീക്ഷിത് മഹാരാജാവിന് അങ്ങ് ഏറ്റവും കലശലായ വിഷമുണ്ടായി. കാര്യം ചത്തുപോലും, ഞാൻ മരിച്ചുപോലും. ആ വീതിയിൽ നിന്ന് പരീക്ഷിത്തിന് കരകയറാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ പരമാർത്ഥമായിരിക്കുന്ന അതിന്റെ സട്ടിലായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കാൻ ആരംഭിച്ചു. അതിലാണ് ചോദ്യം. ഞാൻ ഉപദേശിച്ച ഇതാണ്: പരീക്ഷത്തിൽ നീ മരിച്ചു പോകുന്നു വിചാരിക്കുന്നത്, മരിക്കുന്നത് ആരാണ്? നീയാണോ? നിന്റെ ഈ ശരീരമല്ലേ? ഈ ശരീരം നീയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്കെന്തിനാണ് വിഷമം? ഈ രൂപത്തിൽ അത് വേറൊരു റൂട്ടിലേക്ക് ഇത് തിരിച്ചു. അങ്ങനെ അതിനെയാണ് ജ്ഞാനോപദേശം എന്ന് പറയുന്നത്. ഇത് തന്നിലേക്ക് ഉദാഹരിക്കാൻ തുടങ്ങി. അതുവരയ്ക്കും കൃഷ്ണനും മറ്റേ അവര് ചെയ്തു, അവരടിച്ചു, ഇവര് പോയി, അത് മുക്കി എന്നൊക്കെ പറഞ്ഞ കുറെ കഥകളാണ് പറഞ്ഞു കൊടുത്തത് 10-ാം അധ്യായത്തിലൊക്കെ. 11-ാം അധ്യായത്തിലാണ് ജ്ഞാനോപദേശം ചെയ്യാൻ തുടങ്ങുന്നത്. എന്നിട്ട് ഒന്നും ആയില്ല. ഒടുവിലാണ് പരീക്ഷത്തിന് മനസ്സിലായ, പരീക്ഷത്തെ നീ മരിക്കുന്നില്ല, നീ ആത്മസ്വരൂപമാണ്. ഇത് നീ തിരിച്ചറിയും. ഈ ലോകത്ത് ഈ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും അനുഭവപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നിനക്ക് വിഷയമാണ്, നീയല്ലത് എന്നെല്ലാം പറഞ്ഞ് ആ ജ്ഞാനോപദേശം ചെയ്ത ഒരു രൂപമാണ് നമ്മളിപ്പോ ഭാഗവതത്തിൽ കണ്ടത്. അത് തന്നെയാണ് ഇവർ പറയുന്നത്. തന്നെ ഉള്ളതുപോലെ അറിയാതിരിക്കുന്നതാണ് അജ്ഞാനം, തന്നെ ഉള്ളതുപോലെ അറിയുന്നത് ജ്ഞാനം. ഈ ജ്ഞാനം കൊണ്ട് എന്ത് സംഭവിക്കും? അമരനാകാൻ പറ്റും. അമരനായി കഴിഞ്ഞാൽ പിന്നെ ജനിക്കില്ല. ജനിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കണക്ക് ആ ജനനത്തിന്റെ വൈഷമ്യം പറഞ്ഞു കേട്ടില്ലേ? അമ്മയുടെ വയറിൽ തുടങ്ങുന്നത് പിന്നെ വന്നിട്ട് സ്വാമി ബാലാരിഷ്ട പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ കൊതുവിന്റെ കൂട്ടേര്, ഇതിന്റെ ശല്യം, സർവത്ര ഏത് രൂപത്തിലായാലും ഉപദ്രവം. കാരണം ആദ്യകാലങ്ങളിൽ ഈ കുട്ടിക്ക് അറിവില്ലല്ലോ. ഇപ്പൊ കൊതുവ് വന്നിരുന്ന് കടിച്ചുകൊണ്ടിരുന്നാൽ നമുക്കറിയാം അടിച്ചു കഴിഞ്ഞാൽ അത് പോകുമെന്ന്. അത് പറഞ്ഞത്. ഇങ്ങനെ ഏതെല്ലാം രൂപത്തിലാണ് വിഷയം. നമ്മളെ കുട്ടിക്കാലം കഴിഞ്ഞു നമ്മളിവിടെ വന്നേക്കുന്നത്. നമ്മൾ ഇത്രയും ആയിട്ട് നമ്മൾ പറയാണ് ഇതിലെന്തോ ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ. ഇത് കഥയില്ലെന്ന് ഉപേക്ഷിക്കുന്നതാണ് ജ്ഞാനത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ കാര്യം. ഇത് മനസ്സിലാക്കുക, ഉപേക്ഷിക്കണമെന്നില്ല, ഇത് മനസ്സിലാക്കിയാൽ മതി. ലോകം ദുഃഖപൂർണം. എവിടെയും ദുഃഖമേ ഉള്ളൂ. സന്തോഷമായിട്ടും സുഖമായിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നാണ് വേദം. കാരണം എന്താണ്? വിഷയങ്ങളെല്ലാം അനന്തജഡ ദുഃഖരൂപമായിട്ടാണ് ഇരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇത് വെറും സങ്കല്പം മാത്രമാണ്. ഇതിലെങ്ങനെ സുഖം ഉണ്ടാവും? സുഖത്തെ നീ കൽപ്പിച്ചാണ് അതിൽ സുഖമായിരിക്കുന്നത്. ദുഃഖത്തെ നീ കൽപ്പിച്ച് തന്നെയാണ് ദുഃഖമായിരിക്കുന്നത്. ഇതിനെ വിട്ടുകഴിഞ്ഞാൽ ആനന്ദമായിരിക്കാമെന്നുള്ള ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്കുണ്ട്. നീ അതാണ് ജ്ഞാനമായിട്ട് ഇതിൽ നിൽക്കുന്നത്. മനസ്സിലായി? ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഈ സുഖദുഃഖ ദ്വന്ദ്ങ്ങളുടെ ഇടയിൽ താൻ ആനന്ദ സ്വരൂപമായിരിക്കുന്നതിനെ അറിയണം. അതിനെന്ത് വേണം? ഇതിനെ രണ്ടിനെ ഒന്ന് ഉപശമിപ്പിക്കണം. സുഖദുഃഖങ്ങളുടെ ഇതൊരു ഓസിലേഷനാണ്. ഇത് ടക്കെന്ന് കയറി ഇറങ്ങി അതിന്റെ എക്സ് ആക്സിസിൽ വന്നു, പിന്നെ ഒരു പൊങ്ങി, ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതി ഇതിലുണ്ട്. ഇതിനെ മാറ്റി യഥാർത്ഥ രൂപമായിരിക്കുന്ന ആ ശരിക്കുള്ള രൂപമായിരിക്കുന്ന തന്നെ എങ്ങനെ അറിയുന്നത്? അത് ഗുരുവിന്റെ കാരുണ്യം, ഗുരു അനുഗ്രഹം. പിന്നെ നമ്മൾ ഇതിനോട് കാണിച്ചിരിക്കുന്ന ആത്മാർത്ഥത. നമ്മളൊരു വിഷയത്തില് എത്ര ആത്മാർത്ഥതയുണ്ട്? പക്ഷേ നമുക്കിതില് ആർക്കെങ്കിലും ഇല്ല. പക്ഷേ ആർക്കും ഒരു ആത്മാർത്ഥതയില്ല. എല്ലാം എന്തോ പറയും, ഒരു സമയം പേരിന് വേണ്ടിയാണ്. ഇതല്ല ഇവർ ഉദ്ദേശിക്കുന്നത്.
ഇത് മനസ്സാ വാച കർമ്മണ. ആരാണോ ഇതിനെ വിശ്വസിക്കുകയിൽ പെരുമാറുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ വഹിക്കും. യോഗക്ഷേമം ഭവാമ്യഹം. അവരുടെ യോഗക്ഷേമം സാക്ഷാൽ ഭഗവാൻ തന്നെ വഹിക്കും. ഇതിനെയാണ് വിശ്വസിച്ച് ഇതിൽ നിൽക്കാനുള്ളത്. നമുക്ക് വരുന്ന വിഷമങ്ങള് മുൻകൂട്ടി അറിയണം. ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. താപത്രിക ദുഃഖത്തിൽ അകപ്പെട്ടതിന് ശേഷം ഇവിടെ ഇരുന്ന് സന്തോഷിക്കാന്ന് ആരും കരുതണ്ട. സമയം കുറെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. നിർത്തം ദേവാദേവ സത്യാനന്ദ വിഗ്രഹമാരോട് ഉദ്ദേശ പ്രസീത ക്ഷണാമിതേ നമസ്കാരം എന്നുള്ള ചോദ്യം